അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏതൊരു പിതാവും സ്വന്തം മക്കൾക്ക് സമ്മാനങ്ങൾ നൽകാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഓരോരുത്തർ അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് കളിപ്പാട്ടങ്ങളും വാഹനങ്ങളും മൊബൈലുകളുമൊക്കെയായി അവനവന് ഇഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള സമ്മാനങ്ങൾ നൽകാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു പിതാവ് സ്വന്തം മക്കൾക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമ്മാനം എന്താണ്? പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. മഹാനായിരിക്കുന്ന സഈദ് ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ഇമാം തിർമുദി തങ്ങൾ തൻ്റെ ഗ്രന്ഥത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ നഹല വാലിദുൻ വലദൻ മിൻ നഹ്ലിൻ അഫ്ളല മിൻ അദബിൻ ഹസനിൻ. ഒരു പിതാവും ഒരു കുഞ്ഞിനും ഇത്രയും നല്ല സമ്മാനം നൽകുകയില്ല. ഏതാണ് ആ സമ്മാനം? ആ കുഞ്ഞിനെ മിൻ അദബിൻ ഹസനിൻ, നല്ല ചര്യയിൽ നല്ല അദബോടുകൂടി മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന രൂപത്തിൽ ഒരു കുഞ്ഞിന് ആവശ്യമായ ആത്മീയവും ബൗദ്ധികവുമായ അറിവ് നൽകി അവനെ ഒരു യഥാർത്ഥ മനുഷ്യനായി രൂപപ്പെടുത്തിയെടുക്കുക, അവൻ്റെ സ്വഭാവങ്ങളിലെ വൈകൃതങ്ങളൊക്കെ മാറ്റുന്ന രൂപത്തിൽ അവന് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി അവനെ ഒരു മര്യാദക്കാരനാക്കിയെടുക്കുക. ആളുകൾ ആരെങ്കിലുമൊക്കെ ചേർന്നാൽ ആ മോൻ തിരക്കടില്ല കേട്ടോ, അവന് നല്ല രൂപത്തിൽ വളർന്ന കുട്ടിയാണ്, അവന് നല്ല ചിട്ടയിൽ വളർന്ന കുട്ടിയാണ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അത്തരത്തിലുള്ള ഒരു മകനാക്കി മാറ്റുക എന്നതാണ് ഒരു പിതാവ് സ്വന്തം മകന് നൽകുന്ന ഹദിയകളിൽ, സമ്മാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. പിതാക്കന്മാരായ നാം ഒക്കെ ചിന്തിക്കുക, നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? ഇല്ലെങ്കിൽ ഇനിയും അവസരമുള്ള ആളുകൾ സ്വന്തം മക്കളെ നല്ല അദബോടുകൂടി ഇസ്ലാമിക ചിട്ടയോടുകൂടി വളർത്താൻ ശ്രമിക്കുക. അതായിരിക്കും നാം അവർക്ക് നൽകുന്ന ഏറ്റവും നല്ല സമ്മാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ മക്കളെ സ്വാലിഹീങ്ങളാക്കി അനുഗ്രഹിക്കട്ടെ. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.